ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല രുചിയുള്ള ഓട്സ് ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഓട്സ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ദോശ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഓട്സ് ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ഇവിടെ ഓട്സ് കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഓട്സ് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ഓട്സിന്റെ അളവിൽ നിരപ്പെ വെള്ളം നിൽക്കണം. അത്രമാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് അടച്ച് 10 മിനിറ്റ് നേരം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഓട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഓട്സ് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓട്സ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളിയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 7 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന ടൈമിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അരച്ചതിന് ശേഷം കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് അധികം ലൂസായിട്ട് പോകാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കേ വേണ്ടൂ. ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട ബാറ്റർ ഒഴിച്ചു കൊടുത്ത് സാധാരണ നമ്മൾ ദോശയ്ക്ക് പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ കേട്ടോ. അല്ലെങ്കിൽ ദോശ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ദോശ 2 സൈഡും ഒരുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ദോശ 2 സൈഡും ഒരുപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഓട്സ് ദോശ ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. സാധാരണ ദോശയ്ക്ക് കഴിക്കാറുള്ള എല്ലാ കറികളും കൂട്ടി നമുക്ക് ഈ ഓട്സ് ദോശയും കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഈ ഓട്സ് ദോശ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ദോശ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.